ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ സൈഡ് ഡിഷാണ് കേട്ടോ. നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ നേരമില്ലാത്ത ആ സമയങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ സൈഡ് ഡിഷാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഈ വിഭവം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി അല്ലി അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകും കറിവേപ്പിലയും മല്ലിച്ചപ്പുമാണ്. പച്ചമുളക് എന്ന് പറയുമ്പോൾ ഞാനിവിടെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് മുളക് എടുത്താൽ മതി. പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മല്ലിയിലയും അതും നമുക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കേണ്ടതുമുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എഗ് ഓംലേറ്റ് ആണ് തയ്യാറാക്കുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുള്ള എഗ് ഓംലേറ്റ് ആണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. രണ്ടും ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്തിട്ട് അതൊന്ന് വഴന്ന് വരുന്നത് വരെ തന്നെ നമുക്ക് വഴറ്റിയിട്ട് കൊടുക്കണം. വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാന്താരി മുളക് ചതച്ചതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് വേണം പച്ചമുളകും ആണെങ്കിലും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് സ്വല്പം എടുത്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ശേഷം നമുക്കിത് സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. കാരണം മുളക് പൊടിയും സ്വല്പമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതലാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിവിടെ ഇതാ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മഞ്ഞുണ്ണിയും അതുപോലെ തന്നെ വെള്ളയും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓംലേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെക്കുക. അത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പോയാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടെയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും അത് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാം കേട്ടോ, അരിഞ്ഞു വയ്ക്കാം. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ഒരു 30 സെക്കൻഡ് നേരമെങ്കിലും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ ഞാൻ മൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ടും നമുക്കിതുപോലെ തന്നെ ഒരു 30 സെക്കൻഡ് നേരം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ നമുക്കിത് ചോറിന് കറികളൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്കിത് കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓംലേറ്റ് ഈ രീതിക്ക് തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിട്ട് വെച്ചാൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്